നമ്മൾ പണ്ട് തൊട്ടേ ജോക്കി ബസ് എടുക്കുന്നത് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ടിവിയുടെ നമുക്ക് നേരത്തെ ചാരിറ്റിയിലൊക്കെ നല്ല എമൗണ്ടുകളൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുള്ളിയുണ്ട്. പുള്ളി ഇപ്പൊ വന്നിട്ട് ടിവിയുടെ പേരിൽ ഒരു ബസ് പുള്ളി മേടിച്ചു തരാം കംപ്ലീറ്റ്ലി. അത് സ്പോൺസേഡ് എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അത് മതി, ക്രെഡ് മാത്രം മതി. പുള്ളി ആദ്യം 25 ലക്ഷം രൂപ തരാന്നാ പറഞ്ഞത്. അപ്പൊ ഞാനത് വേണ്ടാക്കി പറഞ്ഞപ്പോ എന്താ പുള്ളി ആ വണ്ടിയുടെ ഫുൾ എമൗണ്ട് കൊടുത്ത് എനിക്ക് വണ്ടി മേടിച്ച് ലിവറി അടിച്ച് പ്രകാശിന്ന് ഇറക്കി തരാമെന്ന്. 12 മണിക്ക് മുമ്പ് പുള്ളി അഡ്വാൻസ് ഇടാന്ന് അക്കൗണ്ടില്. ജോക്കി എനിക്ക് കണ്ടുപിടിച്ചു ഞാൻ കാര്യം ചോദിക്കട്ടാ, പേരെന്തോടാ? ആദർശ്. ഓക്കെ, അല്ല നമ്മൾ ശരത്തേനെ വിളിച്ചത് ആ ആദർശ് ചേട്ടനാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. കുട്ടിക്കുറങ്ങ മിണ്ടായി നീ. എന്നിട്ട് ഇപ്പൊ എന്താണ് സൊല്യൂഷൻ വേണ്ടേ? ജോക്കി ഇപ്പൊ ഇങ്ങനെ ഒരാൾ വന്ന് പെട്ടെന്ന് പൈസയൊക്കെ എത്ര അക്കൗണ്ടിൽ അയച്ചു അത് പ്രശ്നമാവൂലേ? പിന്നെ ഓർമ്മയുണ്ടല്ലോ പണ്ടത്തെയൊക്കെ കാര്യം. പുതിയ പ്രശ്നങ്ങൾ എന്റെ അക്കൗണ്ടിലല്ലേ കേട്ടോ, എന്റെ അക്കൗണ്ടിലല്ലേ. പറഞ്ഞോടത്തോണ്ട് എല്ലാവർക്കും എളുപ്പമായി. ഞാൻ കാര്യം പറ്റേള ഇത് ഇപ്പൊ തന്നെ. എടാ ഞാൻ അവനെ കൊന്നില്ലടാ, ലോയൽറ്റി പോയിന്റ് പോയി. ഇവൻ ചുമ്മാ അഭിനയിക്ക്. ഇത് ഇമോട്ടാ, ഇത് കണ്ട നിങ്ങൾക്കാർക്കും തീരുമാനിച്ചത് ഇത് ഇമോട്ടാ. അത് കോടാലിക്ക് മരിക്കൂ. 12 മണി വരെ തീരുമാനിച്ചില്ല. തീരുമാനം എടുക്കാനാണ് 20 മിനിറ്റ്സിന്റെ അകത്ത് 20 മിനിറ്റ്സ് അഡ്വാൻസ് അക്കൗണ്ടിലോട്ട് ഇടുമെന്ന്. അല്ല അതിപ്പോ എന്തായാലും ഈകളെ നല്ലതായാലും ചീത്തയാലും എന്തായാലും നമുക്ക് ഇന്ന് ലോയൽറ്റി പോയിന്റ് ഒന്നും കൂടിയില്ലേ? ഒരു മണിക്കൂർ സിറ്റി കത്തിപ്പോവും. സിറ്റി കത്തലായിരുന്നു. ഞങ്ങൾ 9:30 തൊട്ട് അല്ല പക്ഷേ സീരിയസ് കേസാണ്. ബിക്കോസ് അവന്റെ പേരൻസിന്റെ സേവിങ്സ് ആണെങ്കിൽ, അവന്റെ പേരൻസിന്റെ സേവിങ്സ് ഒക്കെ ആണെങ്കിൽ മൂഞ്ചി ഒന്ന് 23 വയസ്സുള്ള പയ്യനല്ലേ. ഈകളെ 1 2 അല്ല 1 കോടി പറഞ്ഞിട്ടില്ല. എവിടെ എത്തിയാ? എന്റെ പേര് അജിത്ത്. നമുക്കെന്നെങ്കിൽ എല്ലാവർക്കും താഴോട്ട് പോയി. പൈസ വേണ്ട പൈസ വേണ്ട. അല്ലല്ല അല്ലയാ നിക്കോണേ, അല്ലെ 18 മിനിറ്റ് ഉണ്ട്. പൈസ വേണ്ട, പൈസ വേണ്ട. 2 പേര് ജീവിതം സമാധാനം. അയ്യോ പറയാൻ വരട്ടെ നോക്കട്ടെ. ഇന്നലെ 18 നീ വിട്ടായിരുന്നേ. ഈ കണ്ട കാലം മൊത്തം നമ്മൾ അനുഭവിച്ച്. ഒരു മിനിറ്റ്, ആരാ വിളിക്കുന്നത്? ബസിന്റെ ഓർഡർ. ഹലോ അവര് വിളിക്കുന്നത് കൈസ്. ഒരു മിനിറ്റ്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഹലോ, പോലീസാണേ. പോലീസ് വിളിച്ചാട്ടാ, സ്റ്റേഷനിലോട്ട് ചെല്ല. കൂടുതൽ വാസുവല്ലേ എന്നൊക്കെ ചോദിച്ചു വിളിക്കും. നാളെ വീട്ടിലാണ് എന്റെ വീട്ടിലെ പാലക്കാരത്ത്. ഇപ്പോഴേ വണ്ടി വിളിച്ചെന്നാണ് കേട്ടത്. ഇപ്പഴേ ഫസ്റ്റ് ട്രിപ്പ് ബുക്കായി. പുള്ളിനൊന്നും പറയല്ലേ എത്ര, കാരണം അതായത് നമ്മളെ വലിയൊരു ചാറ്റിന് ഹെൽപ്പ് ചെയ്ത ആളാ. ഇപ്പൊ തമാശ പറഞ്ഞാൽ എന്താ പറയല്ലേ? എനിക്ക് ചന്ദ്രയിലെ എത്ര നേരം പറഞ്ഞു. ഞാൻ ഈഗിളിനെ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞു പറയുന്ന പോലെ. ഞാൻ ബസ് വാങ്ങിക്കാൻ ഒരാളൊരു കാര്യം നല്ല ചെയ്യാന്നൊക്കെ പറയുമ്പോ ചന്ദ്രു അങ്ങനെ എന്തോ എയർലൈൻ മേടിച്ചു തരും ചന്ദ്രു. അങ്ങനെ പറയണ്ടേ വേണ്ട ചന്ദ്രു, ഒരാവശ്യം. സംസാരിച്ച് പുറത്തു പോയി തോന്നട്ടെ.
അണ്ണൻ ചെലപ്പോ അവിടെ മരിച്ചു വീഴും. അണ്ണന്റെ വീട്ടിന്റെ അടുത്തായിരുന്നേ. ഫോണിൽ സംസാരിക്കാൻ തോന്നുന്നത്. ചേച്ചി ഒന്ന് വിളിച്ചു ചോദിച്ചു ജീവനുണ്ടോ തല മാത്രം പ്രാക്ടീസ് ചെയ്യാന്തോ അല്ലല്ല ഐ മീൻ നാളെ വാട്സാപ്പിൽ സ്റ്റോറിയും നാളെ മുതൽ കൊറേ കണ്ടന്റ് ഇറങ്ങും. ബസ് ഇത് വേണമെന്നുണ്ടെങ്കിൽ 24 ന്യൂസ് ഇറക്കും ഇത് സാധനം. പത്തനംതിട്ട കൂടൽ സ്വദേശി ലൈവ് ഇല്ല ഞാൻ പോയിട്ടില്ല അണ്ണൻ തല താത്തിട്ടായില്ലേ? അല്ല മറ്റേ റെയിൽ ഉണ്ടായിരുന്നേ, മറ്റേ സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കണ അതേമാതിരി അണ്ണഞ്ഞ് പിടിച്ച് തിരിക്കണ കാണാൻ മണിക്കുട്ടി നീ എന്റെ അണ്ണനാണെങ്കിൽ നമ്മുടെ മണിക്കുട്ടി. ഇയർഫോൺ ഊരിയിട്ടുള്ളത് കേൾക്കുന്നില്ല. കേക്കല. ഇയർഫോൺ ഫോണിൽ സംസാരിക്കുന്ന അവരുടെ കുറച്ച് കാര്യം പറയണ്ടേ. അതന്നെ കോൺഫറൻസ് സംഭവം ഞാൻ പറയട്ടെ, ഇത് എനിക്ക് തോന്നണേ നിക്കോൺ ആരെ സെറ്റ് ചെയ്തു. അല്ല പക്ഷെ ശരത്തേട്ട് ഉടഞ്ഞ മുങ്ങിയായിട്ട് അത് കേട്ടായിരുന്നോ? ഇല്ല അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാന്ന്. ഞാൻ പറട്ടെ ഒന്നാതെ തലേന്റെ മേളിലെ കേസ്. അല്ല സംഭവം ഒന്നല്ല, ഇത് നമ്മളിങ്ങനത്തെ അണ്ണൻ ചിരിക്കുന്നു. പ്രാങ്ക് ശരിക്കുള്ള ഇങ്ങോട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. അത് ലൈവിലൊക്കെ ചന്ദ്രൻ എസ്കേപ്പ് RP ഉപയോഗിച്ച് പോവല്ലേ ഇതിനകത്ത് മൂന്നാം പ്രതിയാ. അപ്പൊ സെക്കൻഡറി എടാ ഒരു 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ചോക്കടാ, ഒരു വീട് വെക്കുന്ന കാശല്ലേ. 75 lakh കളിയാ. കാറ് മേടിക്കാം, പിന്നെ ഇൻവെസ്റ്റ്. അതെ നമ്മളിത് ടിവിയിലുള്ള എല്ലാവർക്കും BC എടുക്കും. ചന്ദ്ര ഫോട്ടോ ഒക്കെ ഇറങ്ങി ഗ്രൂപ്പിൽ. നോക്കട്ടെ ഫോട്ടോ ഒക്കെ ഇറങ്ങി ബസ്സിന്റെ. കോച്ച് ട്രെൻഡിങ് #1. ഓ നമ്മ വണ്ണെത്തി. വീഡിയോ ഒക്കെ ഇറക്കിയാ അതല്ല കണ്ടന്റ് ആണ് കണ്ടന്റ്. മറ്റേ വീഡിയോ ഇതണ്ട ഗ്രൂപ്പിൽ നോക്കിയാ ഞാൻ ഒരു സാധനം ഇട്ട്. ചന്ദ്രന്റെ ലിവറിൽ സെറ്റാക്കിയാ ഞാൻ സത്യാക്കിയല്ലടാ, വേറെ അന്നേരം മറ്റേ ഇതാക്കിയടാ കോട്ടൊക്കെ. ഇല്ല അത് കൊണ്ടുപോയാ പരുന്തുവാസു TV പിക്ചേഴ്സ് വണ്ടി ഇറങ്ങി. വണ്ടിക്ക് ഇറങ്ങി. ഇത് എന്ത് വന്നാലും ആ നിക്കോന്റെ തല അവനാണേ കാരണം. ഇതിപ്പോ എന്ത് പ്രശ്നം അണ്ണ മരിച്ചു തന്ന ഞാൻ ഡെയിലി കയറുവാ ബസ്സിൽ ഇതില് പോകുന്നുണ്ട്. ഇതിപ്പോ ആരോ ഇതിപ്പോ പോലീസ് വിളിച്ച നിന്നെ ആ കൂടുള്ളവനെ എടുക്കും. നീയൊക്കെ കയ്യിൽ പോവാല്ലേ? ഏത് കാശിന്റെ ഇത് പറയുന്ന അതല്ല ചന്ദ്രു ഇത്ര നാളെ മുച്ചിരി കൊടുക്കത്തില്ലേ, നാളെ ഇപ്പൊ മുച്ചിരി കൊടുക്കും 18ആയി. എന്ത് കൊടുക്കും? എടാ നീ ഇതിൽ പ്രതിയാ. 18 ഞങ്ങക്ക് 2 ദിവസം ആയിട്ടുള്ളൂ. അത് മതി. അണ്ണന്റെ ഫേസൊക്കെ മാറി. ആനന്ദ കണ്ണീർ കണ്ടിട്ട് ആനന്ദാണെന്ന് തോന്നുന്നില്ല. അണ്ണൻ പാട്ടാന്ന് പറയുന്നത് ബസ് പോടണ്ട അവന്റെ കിട്ടും കൊല്ലം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരു മിനിറ്റ്. ലിവറി സെറ്റ് ആക്കിയിട്ടുണ്ടാ ഗ്രൂപ്പ് നോക്ക്. ലിവറി ഒക്കെ അടിച്ചു. ലിവർ കണ്ട് എന്താ കാര്യം പറയണ്ട. പുള്ളി ഒരു 9 ബിയർ എന്തോ കുടിച്ചിട്ടുണ്ട്. പുള്ളി എല്ലാം ഒന്ന് ഓക്കെ ആയി ഹാങ് ഓവർ ഒക്കെ മാറിയതിനു ശേഷം
നാളെ വിളിക്കാം, ഞാൻ നാളെ വിളിക്കാനാ പറഞ്ഞത്. ഞാൻ ആക്ച്വലി ഓഫർ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു പുള്ളി എടുത്ത്. പക്ഷേ പുള്ളി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സോഴ്സോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചതിന് ശേഷം മേടിച്ചാൽ. ഞാൻ പറഞ്ഞു നാളെ ഇത് വന്നിട്ട് സംസാരിക്കാമെന്ന്. വേണ്ടാന്ന് പറയാനും പറ്റുന്നത്, വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞാൻ എന്ത് ചെയ്യാനാ? കിട്ടോ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ തമാശയാക്കാതെ ഇത് റിസ്കാ, ഇത് ഭയങ്കര റിസ്കാ. നിങ്ങൾ വിചാരിക്കണ പോലൊന്നും അല്ല. വെറുതെ അക്കൗണ്ടിലല്ലേ വരുന്നത്. ഇല്ലല്ല ഞാൻ പൈസ അയക്കണെന്ന് പറഞ്ഞു, പൈസ അയക്കണെന്ന് പറഞ്ഞു, ഞാൻ പൈസ അയക്കണെന്ന് പറഞ്ഞു. ട്രിപ്പ് പോകാനോ പ്ലാൻ ചെയ്തത്. ഞങ്ങളിവിടെ മറ്റേ ആദ്യത്തെ ട്രിപ്പ് വരെ സ്പോൺസർ ചെയ്തു. അതെ ആകെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് 20,000 രൂപ അല്ലടാ അത്, 20 ലക്ഷം രൂപടാ. ആദ്യം 9 ബിയർ അടിച്ചെന്റെ കെട്ടിറങ്ങിട്ട് സംസാരിക്കാന്ന് പറ. പുള്ളിയുടെ ഞാൻ പറഞ്ഞു നാളെ ഇതാക്കിയിട്ട് ഞാൻ അല്ലാതെ സംസാരിച്ചോളാണ്. എടാ ഗൈസ്, ഞാനിത് അങ്ങനെ വെറുതെ ഞാൻ സ്ട്രൈറ്റ് എനിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് വേണമെന്നില്ല. എനിക്കൊരു ഗിഫ്റ്റ് വേണമെന്ന്, അങ്ങനെ ഒരു വണ്ടിയൊന്നും വേണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, മനസ്സിലായ? ഞാൻ പുള്ളിയെടുത്ത് നമ്മുടെ ചാരിറ്റി സ്ട്രീംസുകളിലൊക്കെ ഒരുപാട് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ പുള്ളി പെട്ടെന്ന് ഇപ്പം ഇൻ കേസ് എന്തിനാണേലും വിളിച്ചങ്ങനെ പറയുമ്പോൾ എനിക്ക് പുള്ളിയുടെ അടുത്ത് നേരെ കയറിയിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് എൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു. എനിക്കിത് വേണ്ടെന്ന് തന്നെയാണ്. എനിക്കങ്ങനെ ബസ് വേണമെന്നൊന്നുമില്ല. ഞാൻ ഇതൊക്കെ ചുമ്മാ തമാശയ്ക്ക് പറയണതാ. നമ്മൾ ലൈവിൽ കാണുന്ന സമയത്ത് ഇതായിട്ട് തമാശ പറയണതാ, അല്ലാതെ എനിക്ക് ബസ് വാങ്ങിച്ചു തരണമെന്നൊന്നുമില്ല. അതൊന്നുമല്ല. പുള്ളി നല്ലതായിട്ട് സംസാരിക്കട്ടെ, ഞാൻ അതല്ലാതെ സംസാരിച്ചോളാം. ഓക്കെ, ടോപ്പിക് വിട് കഴിഞ്ഞ് ടോപ്പിക് വിട്ട് കാറിലോട്ടാക്കല്ലേ. ഇൻ കേസ് എന്തെങ്കിലും തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ PC ഗിഫ്റ്റ് ചെയ്യാൻ പറ, ദാറ്റ്സ് ബെറ്റർ. PC ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ കയ്യില്.